ഇന്ന് 13-ാം തീയതി മാർച്ചാണ്. ഇന്ന് ഹൈറിച്ചിനെ പറ്റിയുള്ള കേസ് കോടതിയിലുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ വിചാരിക്കാത്ത ഒരു കാര്യം നടന്നു. വീണ്ടും എന്ന് പറയുന്നത്, ആദ്യത്തെ ഹിയറിംഗ് പബ്ലിക് പ്രോസിക്യൂട്ടർ മാറ്റിവെച്ചു, രണ്ടാമത്തേത് പബ്ലിക് പ്രോസിക്യൂട്ടർ മാറ്റിവെച്ചു, മൂന്നാമത്തെ ഹിയറിംഗ് ഹൈറിച്ചിന്റെ അഡ്വക്കേറ്റ് മാറ്റിവെച്ചു, നാലാമത്തെ ഹിയറിംഗ് ആരാ മാറ്റിവെച്ചെന്ന് അറിയില്ല, പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിലും മാറ്റിവെച്ചു. ഇനി എന്താ അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. വലിയ അപ്ഡേഷൻ ഒന്നുമില്ല. മാറ്റിവെച്ച് 1-ാം തീയതി ഏപ്രിലേക്കാണ് മാറ്റിവെച്ചത്. ജനങ്ങളൊക്കെ നല്ല വിഷമത്തിലാണുള്ളത്. അവരെ എന്താ പറയാ, ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും പിന്നെ അതേപോലെ തന്നെ പലതും, പിന്നെ ചെലവിനുള്ള പൈസ പോലെ ഇട്ടിട്ട്, ഭർത്താവിന്റെ അയക്കുന്ന പൈസ ഇട്ടിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള അയൽവാസികളോട് കടം വാങ്ങിയിട്ട്, അങ്ങനെ പലതരത്തിലുള്ള തിരിമറികള് ഈ കമ്പനിയിലേക്ക് ഇട്ടിട്ടുണ്ട്. സ്വതവേ എല്ലാ കമ്പനികളിലും ഇടുന്ന പോലെ തന്നെ ഇതിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇത്രത്തോളം നീളുമെന്ന് വിചാരിച്ചില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനി കുറച്ചും കൂടി അധികം സമയം പിടിക്കും. ഇത് ഇന്നോ നാളെയോ മറ്റന്നാളത്തേക്കോ റെഡിയാകുന്ന കാര്യമല്ല. കമ്പനി അധികം ഫോക്കസ് ചെയ്യുന്നത് കേസിന് വേണ്ടിയിട്ടാണ്, അതേപോലെ തന്നെ അഡ്വക്കേറ്റിന് വേണ്ടിയിട്ടാണ്, അതായത് കോടതിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഒറ്റ വഴിയുള്ള കോടതിയിൽ എന്താ റിസൾട്ട് വരിക, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാകുക. അറ്റ്ലീസ്റ്റ് ഈ ഇതില് കുറെ ആൾക്കാർ ലോൺ എടുത്തിട്ടും ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും നോക്കിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടൊന്ന് മുൻനിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അധികം ലീഗൽ വശങ്ങൾ അറിയില്ല. അന്നേരം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ EMI കെട്ടാനുള്ള ഒരു പരിഗണന കൊടുത്തിട്ട്, അല്ലെങ്കിൽ ബാങ്കിനോട് സംസാരിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോട്ടീസോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ കൊടുത്തിട്ട് കുറച്ചു കാലത്തെങ്കിലും അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും വേണം. ഈ ഹൈറിച്ചിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും വേണം. ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരണം. കോടതിയാണെങ്കിൽ കോടതി, അല്ലെങ്കിൽ എന്തെങ്കിലും. അല്ലാതെ പരിസ്ഥിതി മുന്നോട്ട് പോകുന്നവരോ, അപ്പൊ നമ്മൾ വിചാരിക്കുന്നവരോ എല്ലാവരും ഒരേപോലത്തെ പരിസ്ഥിതി ഒന്നുമല്ല. പലരും അതിദയനീയമായ പരിസ്ഥിതിയുള്ള ആൾക്കാരുണ്ട്. അവരെ പറ്റി ആലോചിക്കുന്നതിന് നല്ല വിഷമമുണ്ട്. നമുക്ക് എന്താ പറയേണ്ടത്? ഡേറ്റ് മാറ്റിയിട്ടേ ഉള്ളത്, ഉറപ്പ് തന്നെയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യുക കോടതി തന്നെ. പക്ഷെ എത്രത്തോളം വെയിറ്റ് ചെയ്യും അറിയില്ല, എത്രത്തോളം വെയിറ്റ് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതാണ് സത്യാവസ്ഥ. എന്തായാലും അടുത്ത വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ ബൈ.